ഇങ്ങനെയുള്ള ചില റീലുകൾ, ചില ഇമോജികൾ, ഇതൊക്കെയാണ് കുറച്ച് കാലമായിട്ട് നമ്മുടെ എക്സ്പ്രഷൻസ്, ഫീലിങ്സ്, ഇമോഷൻസൊക്കെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ എത്ര കാലമായിടോ ഒന്ന് ഉള്ളു തുറന്ന് ആത്മാർത്ഥമായിട്ട് ചിരിച്ചിട്ട്, സങ്കടം വരുമ്പോൾ കരഞ്ഞിട്ട്, ആളുകളോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട്, നമ്മുടെ സ്വന്തം വീട്ടിൽ സിബ്ലിങ്സിനോട്, കസിൻസിനോട്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട്, എന്തിന് നമ്മുടെ പാരൻസിനോട് പോലും നമ്മുടെ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ നമ്മളിന്ന് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള റീലുകളും ഇമോജികളൊക്കെ സെൻഡ് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, എടാ നമുക്കൊന്ന് ചായ കുടിക്കാൻ പോയാലോ എന്ന്. ഒരുപക്ഷെ ചായ കുടിക്കുക എന്നുള്ളൊരു മൊമെൻറ്റ്സിന് വേണ്ടിയല്ല, ആ ഒരു ഷോർട്ട് ടേം മൊമെൻറ്റ്സിലെങ്കിലും ഒന്നുള്ള തുറന്ന് ഫേസ് ടു ഫേസായി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാവും. പുതിയ കാലമാണ്, ജെൻസി തലമുറയാണ്, പുതിയ ടെക്നോളജിയെ അഡോപ്റ്റ് ചെയ്യാനുള്ള വിമുഖത കൊണ്ടൊന്നുമല്ല, ഒരുതരം നാച്ചുറാലിറ്റി നമ്മുടെ ലൈഫിൽ നിന്ന് എങ്ങനെയൊക്കെയോ ആയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കേവലം ജെൻസിയെ മാത്രം ബാധിക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ 90s സ്റ്റാറ്റസ് എടുത്താൽ ഒരുപക്ഷെ സാഡ് സ്റ്റാറ്റസുകളാണ് പലപ്പോഴും കാണാറുള്ളത്. അവരുടെ ഇമോഷൻസും എക്സ്പ്രഷൻസും ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ സ്റ്റാറ്റസിലൂടെയൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളിന്ന് ഡെയിലി നമ്മുടെ സർക്കിളിലെ ആളുകളുടെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലൊക്കെ അവരെന്താണ് ചെയ്യുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ റിലേഷൻസ് എവിടെയൊക്കെ ആയിട്ട് ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് സുഖമാണോ എന്ന് അയച്ചാൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിരിക്കും അതിൻ്റെ റിപ്ലൈ കിട്ടുക. പിന്നെ അതൊരു റിയാക്ഷനിൽ ഒതുങ്ങാണ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ക്ലോസ് ആണ്. ഉള്ളു തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങളിൽ നന്നായി സംസാരിക്കുക, കരയാനുള്ള സന്ദർഭങ്ങളിൽ ആത്മാർത്ഥമായിട്ട് കരയാം. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ സ്റ്റാറ്റസായി, സ്റ്റോറിയായി, നോട്ടുകളിലൊക്കെ ഒതുക്കാതെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സുഹൃത്ത് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഒരു ഇമോജി ഇട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ക്ലോസ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഡിപ്രഷനിലൂടെയുള്ള ആത്മഹത്യകളും കൗൺസിലിംഗ് സെൻ്ററുകളും സൈക്കോളജിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് വല്ലാതെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്.